ഒരുപാട് പോക്സോ കേസുകൾ ഇപ്പോൾ വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് ആൺകുട്ടികളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഈ വീഡിയോ പെൺകുട്ടികൾക്കുള്ളതല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത്, മക്കളെ, നിങ്ങൾക്ക് ചിലപ്പോൾ 18 വയസ്സേ ഉണ്ടാവുള്ളൂ. മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ കുട്ടിയാണ്, പക്ഷെ നിയമത്തിന് മുന്നിൽ നിങ്ങൾ പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്. 18 വയസ്സ്. നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടി എന്ന് പറയുന്നത് 17 വയസ്സ്. നിങ്ങൾ ചിലപ്പോൾ ജൂനിയറും സീനിയറും ആയിരിക്കാം. ആ രീതിയിൽ നിങ്ങൾ കുറേ വർഷങ്ങളായിട്ട്, ചിലപ്പോൾ 4-5 വർഷമായിട്ട് പ്രേമിക്കുന്ന ആളുകളായിരിക്കാം. പക്ഷെ എന്തെങ്കിലും കയ്യബദ്ധത്താൽ, ഏതെങ്കിലും സെക്ഷുവൽ ആക്ട് പ്രകാരം ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, ആ കുട്ടി പ്രഗ്നൻ്റ് ആവുമോ അല്ലെന്ന് ചെയ്തു കഴിഞ്ഞാൽ, അവർ കേസ് കൊടുത്തില്ലെങ്കിലും കൊടുത്താലും നിങ്ങൾ അവിടെ പ്രതിയാണ്. കാരണം കുട്ടി മൈനറാണ്. ഇനി മൈനർ അല്ലെങ്കിൽ പോലും, രണ്ടുപേരും പ്രായപൂർത്തിയായ വ്യക്തികളാണെങ്കിൽ പോലും, ഇത്തരം സാഹചര്യങ്ങളിൽ മിക്ക സമയത്തും പ്രഗ്നൻ്റ് ആയി, ഗർഭിണിയായി എന്നുള്ള രീതിയിലാണ് കേസുകൾ വരുന്നത് കണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാലും അവരെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ പെടും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എത്രയൊക്കെ നിങ്ങളുടെ പാർട്ട്ണറെ വിശ്വസിച്ചാലും, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും, നിങ്ങൾ ചതിക്കപ്പെടാം. രണ്ടുപേരും നിന്നു കൊടുക്കാതെ ഒരിക്കലും ഇത് സംഭവിക്കില്ല. മോസ്റ്റ് കേസസിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഒരാൾ മാത്രം പ്രതിയായി മാറുന്നു. മറ്റ് ചില സാഹചര്യങ്ങളിലാണ് റേപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് വേറൊരു സൈഡാണ്. അപ്പോൾ രണ്ടുപേരുടെയും സമ്മതത്തോടുകൂടി ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് നിങ്ങൾ ചതിക്കപ്പെടുന്നു എന്നുള്ളത്, അത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന മിസ്റ്റേക്കായിട്ട് കണക്കാക്കാൻ പറ്റുള്ളൂ. ആ വ്യക്തിയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ആണ്. നിങ്ങൾ അയാളെ ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്തതുകൊണ്ട് അയാൾ നിങ്ങളെ ചതിച്ചു എന്നുള്ളതാണ്. ആളുകൾ ഒരുപാട് പേരെ ചതിക്കുന്ന കേസുകൾ നമ്മൾ കാണുന്നതാണ്. അപ്പം ഇതിനൊക്കെ ഒരു പരിധി വേണം. ഏതുവരെ പോവാം, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തൊക്കെ കാര്യങ്ങൾ ഏതുവരെ പോവാം എന്നുള്ളത് പ്രത്യേകിച്ച് ആൺകുട്ടികൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് വലിയൊരു കരിയർ മുന്നിലുണ്ട്, നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുണ്ട്, നല്ലൊരു ലൈഫ് ജീവിച്ച് തീർക്കാനുണ്ട്. അതിനിടയിൽ ഇത്തരം പെണ്ണുകേസിലൊക്കെ പെട്ടിട്ട് ജയിലിനകത്ത് പോയി കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ പോലും നിങ്ങളെ വിശ്വസിച്ച് വീട്ടിൽ കയറ്റില്ല. നിങ്ങളുടെ വീട്ടിലെന്ന് മാത്രമല്ല, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ എവിടെയും കയറ്റില്ല. കാരണം അവിടെയൊക്കെ പെൺകുട്ടികളുള്ളതാണ്. അവർക്ക് പേടിയാവും നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ. ആ ഒരു നാണക്കേട്, ജയിലിൽ പോവുക എന്ന് പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഒന്ന് ജാമ്യമില്ലാത്തൊരു കേസാണ്. നാണക്കേട് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുക. അവരുടെ കാര്യം കഴിഞ്ഞാൽ ഒരു മൂടും തട്ടിപ്പോവും. പിന്നീട് പ്രശ്നം വരുമ്പോൾ മാത്രമാണ് അതവർ പ്രശ്നമാക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, എനിക്ക് അത്രേ പറയാനുള്ളൂ.